സുരാജ് വെഞ്ഞാറപ്പൂടിൻ്റെ പിക്ചറാന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലൊരു സന്തോഷം ഉണ്ടാവില്ലേ, അതെല്ലാം ഇന്നത്തോടു കൂടി കഴിഞ്ഞു. ആര് പറഞ്ഞു? നിങ്ങൾ സെക്കൻഡ് പോയി നോക്കി നോക്കുക, അപ്പോൾ അറിയാം എന്താവുന്നുള്ളത്. കഥയൊന്നുമില്ല, ഒന്നുമില്ല അതിൽ. കോമഡി ഉണ്ട്, സൈക്കോ ടൈപ്പാണ്, കാണാൻ കൊള്ളാം. പടത്തിന് എടുത്തു പറയത്തൊക്കെ അങ്ങനെ ഒന്നുമില്ല, കൊള്ളാം. സിനിമ കൊള്ളാം, ആക്ടിങ്ങും എല്ലാം കൊള്ളാം. എൻ്റെ അഭിനയം ഒക്കെ എല്ലാ സിനിമയിലുള്ള പോലെ തന്നെ. നല്ല ടിസ്റ്റുള്ള പടമാണ്, കിടിലമാണ്. സുരാജിൻ്റെ പെർഫോമൻസ് ഒക്കെ കിടിലമാണ്, അടിപൊളി പടം. ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ പടമാണ്. എനിക്ക് നല്ലതായിട്ടാണ് തോന്നിയത്. കോമഡി ഇല്ല, ഒരു സൈക്കോ എന്നുള്ള ഒരു രീതിയിലാണ്. മാർക്കോ പോലത്തെ പടം ഇറങ്ങുമ്പോൾ ഇതിന് ഫസ്റ്റ് ഡേ വരാൻ കാരണം അത് എനിക്ക് 18+ അല്ലായിരുന്നു, അപ്പോൾ എനിക്ക് ടിക്കറ്റ് കിട്ടിയില്ല, അപ്പോൾ എനിക്ക് മാർക്കൗട്ട്. ചിരിക്കാനുള്ള എല്ലാ വകയുണ്ട്. ചിരിക്കാനല്ല, ഒരു ട്വിസ്റ്റ് ഉണ്ട്, പിന്നെ അത് തന്നെയല്ല ഒരു സൈക്കോ പോലത്തെ ഒരു പടം. സിനിമ വിചാരിച്ചിരുന്നു നന്നായിരുന്നു. അതുപോലെ തന്നെ അതിൻ്റെ ഫസ്റ്റിലെ തന്നെ അമ്മമാർക്കുള്ളൊരു അവയർനെസ്സാണ് കൊടുക്കുന്നത്. അതായത് ഒരു വീട്ടിൽ ഒരു ഗ്യാസ് ഉണ്ടെങ്കിൽ എങ്ങനെ ശ്രദ്ധിക്കണമെന്നുള്ള ഒരു വലിയ ഒരു ഇൻഫർമേഷൻ ഫസ്റ്റ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു വീട്ടിൽ 2 കുട്ടികളുണ്ടെങ്കിൽ അവരെ എങ്ങനെ സ്നേഹിക്കണം, അതായത് പക്ഷപാതം കാണിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ ആ കുട്ടികൾ ഒരുപക്ഷെ ക്രിമിനൽസായി പോകും. ആ ഒരു തീമാണ് സിനിമ ഫോക്കസ് ചെയ്ത് കാണിക്കുന്നത്. സുരാജിന് ഒരു വെറൈറ്റി മൂഡ് സുരാജ് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുവിധം ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നെന്നാണ് നമുക്ക് കിട്ടിയ ഒരു അറിവ്. ശരിക്കും കോമഡി തന്നെയാണോ അതോ? ഇടയ്ക്കിടയ്ക്ക് കോമഡി വരുന്നുണ്ട്, മൊത്തത്തിൽ കൊള്ളാം കേട്ടോ. ബാക്കിയുള്ള പടത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു ഇമോഷൻസും കാണിക്കും, ഇടയ്ക്ക് കോമഡിയും കാണിക്കും. ഒരു വ്യത്യസ്ത രീതിയിലാണ് ഈ സിനിമ പോകുന്നത്, നമ്മൾ പ്രതീക്ഷിക്കുന്നതെന്നും. പക്ഷെ എന്നാൽ കൂടി ഒരു ഫാമിലി എൻ്റർടൈനർ ആണ്. സൈക്കോ ത്രില്ലറായിരുന്നു, കോമഡി ഉണ്ടായിരുന്നു, കുഴപ്പമില്ലായിരുന്നു, കോമഡി ആയിരുന്നു.